പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ വിഷമത്തോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് നാളായി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. 2 കുട്ടികളുടെ മരണം ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കണ്ടത് എന്നെ വളരെ വേദനിപ്പിച്ചു. അനിയനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഏട്ടൻ മരിച്ചു. ഇത് അവസാനത്തെ മരണമല്ല, ഇനിയും ഒരുപാട് മരണങ്ങൾ സംഭവിക്കാനുണ്ട്. സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ വീണും ഷോക്കടിച്ചും റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലും ബക്കറ്റിലെ വെള്ളത്തിൽ വീണും ഒക്കെ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ വർത്തമാന പത്രങ്ങളിൽ വായിക്കാറുണ്ട്. നമ്മളത് വായിച്ച് നെടുവീർപ്പിടും. 2 ദിവസം കഴിയുമ്പോൾ മറക്കും. പിന്നെയും അങ്ങനൊരു വാർത്ത വായിക്കും, നമ്മൾ നെടുവീർപ്പിടും, അതങ്ങ് മറക്കും. നമുക്ക് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണം. കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണ്. അവർക്ക് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ വെള്ളത്തിൽ വീണാൽ മരിക്കുമെന്നോ കരണ്ടടിച്ചാൽ മരിക്കുമെന്നോ തീ കൊണ്ടാൽ പൊള്ളുമെന്നോ എന്നും അവർക്കറിയില്ല. അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. 90% കുട്ടികളുടെ മരണങ്ങളും അപകടങ്ങളും മാതാപിതാക്കളുടെ അശ്രദ്ധയും അഹങ്കാരം കൊണ്ടും സംഭവിക്കുന്നതാണെന്ന് ഞാനിവിടെ അടിവരയിട്ട് പറയും. നിരവധി ഉദാഹരണങ്ങൾ ഞാൻ തരാം. അതായത്, മക്കളെ നമുക്ക് ശരിക്കും നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പരിപാടിക്ക് ആരും മെനക്കെടരുത്. നമ്മുടെ കഴിഞ്ഞുപോയ തലമുറ കണ്ണിലെ കൃഷ്ണമണികളെ പോലെയാണ് നമ്മളെ കാത്തത്. അതുകൊണ്ടാണ് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നതും ഞാനീ പറയുന്നതും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും. അന്ന് കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് ഭയങ്കര ശ്രദ്ധയായിരുന്നു. ഇന്നത്തെ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ഒരു ശ്രദ്ധയുമില്ല. അവരെ ഇങ്ങനെ അഴിച്ചു വിടുകയാണ്, കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളെ തല്ലുന്ന അധ്യാപകനെ പേടിയായിരുന്നു. കർശനക്കാരനായിരുന്നു അന്നത്തെ അധ്യാപകൻ. ശിക്ഷാ നടപടികളിൽ പേടിച്ച് നമ്മൾ സ്കൂളിൽ തെറ്റുകളൊന്നും ചെയ്യാതെ നമ്മൾ കാത്തിരുന്നു. ആ കാലം നമ്മൾ മായ്ച്ചു കളഞ്ഞു. അധ്യാപകനെ പേടിയില്ലാതായി. ഇന്ന് അധ്യാപകനുമില്ല, ഇന്ന് അധ്യാപകന്മാരാണ്. അതായത് രാഷ്ട്രീയ സ്വാധീനവും കൈക്കൂലിയും കൊടുത്ത് വിദ്യാഭ്യാസം നേടുന്ന അധ്യാപകനാണ്. അന്നേരം കുട്ടികൾ പഠിക്കണമെന്നോ, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിലും നല്ലതും പൊട്ടയുമായ ആൾക്കാരുണ്ടാവും. വളരെ അപൂർവമായിട്ട് നല്ല അധ്യാപകന്മാരെയും ഗുരുശിഷ്യ ബന്ധങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളൂ. അതുകൊണ്ട് സ്കൂളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ആദ്യം സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സ്കൂളിൽ നിർമ്മിക്കേണ്ടത് ഗ്രൗണ്ടല്ല, കളിസ്ഥലമല്ല, നീന്തൽക്കുളമാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മന്ത്രിമാരും പരിവാരങ്ങളൊക്കെ പോകാറുണ്ടല്ലോ. അവരൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്കൂളിൻ്റെ നിലവാരവും അവിടുത്തെ കുട്ടികളെ അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും ജപ്പാനിലും ചൈനയിലും മറ്റ് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ പോട്ടന്മാർ കാണാറില്ലേ. സ്കൂളിൽ കളിസ്ഥലം നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ നീന്തൽക്കുളവും നിർമ്മിക്കണം. 1ാം ക്ലാസ് മുതൽ നീന്തൽ പഠിപ്പിക്കണം. ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, ഡ്രൈവിംഗ് സംസ്കാരം കുട്ടികളെ പഠിപ്പിക്കണം. അല്ലാതെ സിലബസിൽ പഠിപ്പിച്ച കാര്യങ്ങളും ഒരു ഉപകാരം ചെയ്യാത്ത കുറേ കാര്യങ്ങളുമല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഒരുപാട് പഠിച്ചവരൊന്നും എവിടെയും എത്തിയിട്ടൊന്നുമില്ല. ഇന്ന് ഏതൊരു ക്രിമിനൽ കുറ്റം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പഠിച്ചവന്മാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധികം വിദ്യാഭ്യാസം നേടിയിട്ട് ഇവിടെ മലമറിക്കാനൊന്നും പോകുന്നില്ല. IAS കാരനും IPS കാരനും ആത്മഹത്യ ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സാറ്റലൈറ്റ് യുഗത്തിലും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ശാരീരിക ആരോഗ്യമുള്ളവരാണ്, പക്ഷേ മാനസിക ആരോഗ്യം ഇല്ലാത്തവരുമാണ്. അതുകൊണ്ട് കുട്ടികളെ വെറും ബ്രോയിലർ കോഴികളെ പോലെ വളർത്തി വലുതാക്കി എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കി തീർക്കാതെ അവരെ വളർന്ന് തിരിച്ചറിവാകുന്നത് വരെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളെ 100% ശ്രദ്ധിക്കുക. 1ാം സ്ഥാനം കുട്ടികളെ ശ്രദ്ധിക്കുന്നതിന് കൊടുക്കുക. 2ാം സ്ഥാനം മാത്രം മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കുക. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലാണ് പല അച്ഛനമ്മമാരും പിതാക്കന്മാരും ഒക്കെ. അവരുടെയൊക്കെ കുട്ടികൾ ഇവിടെയൊക്കെ അവരുടെ അപ്പനപ്പൂപ്പന്മാരെ ഒന്നും അനുസരിക്കാറില്ല. അതുപോലെ തന്നെ ബൈക്ക് മരണങ്ങൾ എടുത്താലും ഒരു 30 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളാണ് നമ്മുടെ റോഡിൽ കബന്ധങ്ങളായി വീണിട്ടുള്ളത്. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കാൻ? വളരെ ദയനീയമായ കാഴ്ചയാണ് ഇതൊക്കെ കാണുന്നത്. നെഞ്ച് പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. മനുഷ്യജീവിതം ഒരിക്കൽ മാത്രം. അത് വെള്ളത്തിലും തീയിലും റോഡിലും നമുക്ക് പാഴാക്കാനുള്ളതല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ പൊന്നുമക്കളെ, നമ്മുടെ സഹോദരങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ
കാക്കാൻ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.